നായക വേഷത്തിലെത്തിയ 2 ചിത്രങ്ങൾ 100 കോടിക്ക് മുകളിൽ. സ്വയം സംവിധാനം ചെയ്ത ചിത്രങ്ങളും വമ്പൻ വിജയങ്ങൾ. തമിഴകത്ത് യുവാക്കൾക്കിടയിൽ പുതിയ തരംഗമാവുകയാണ് പ്രദീപ് രംഗനാഥൻ. എഴുത്തും എഡിറ്റിംഗും സംവിധാനവും നടനവുമെല്ലാം വഴങ്ങുന്ന സകല കലാവല്ലഭൻ. താൻ അഭിനയിച്ച സിനിമകൾ പോലെ കൗതുകകരമാണ് പ്രദീപിന്റെ ജീവിതകഥയും. ഇല്ലായ്മകളുടെ ഇന്നലകളിൽ നിന്ന് പ്രതിഭ കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും കയ്യെത്തിപ്പിടിച്ച വിജയങ്ങൾ. സിനിമയെന്ന സ്വപ്നം തേടിയുള്ള അലച്ചിലിന്റെയും കഷ്ടപ്പാടിന്റെയും ചെറിയൊരു കഥ പ്രദീപിനുമുണ്ട്. പക്ഷേ അതിലൊന്നും അയാൾ തളർന്നില്ല. അടങ്ങാത്ത ആത്മവിശ്വാസവുമായി മുന്നോട്ടു പോയി സ്വന്തം സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക തന്നെ ചെയ്തു. പഠനകാലം മുതൽ തുടങ്ങിയതാണ് സിനിമയോടുള്ള പ്രണയം. സ്വന്തമായെടുത്ത ഷോർട്ട് ഫിലിമുകളായിരുന്നു പ്രദീപിന്റെ പരിശീലന കളരി. പഠനത്തിൽ എന്നും ശരാശരിക്കാരൻ മാത്രം. പക്ഷേ ദിവസവേതനക്കാരായ മാതാപിതാക്കൾക്ക് മകനൊരു ബിരുദധാരിയായി കാണണമെന്നായിരുന്നു ഏറ്റവും വലിയ സ്വപ്നം. എന്നാൽ സിനിമ എന്ന സ്വപ്നത്തിനു പിറകെയായിരുന്നു മകന്റെ യാത്ര. ഷോർട്ട് ഫിലിമുകളായിരുന്നു അവൻ സിനിമയിലേക്കുള്ള വഴിയായി കണ്ടത്. ബിടെക് പഠനകാലത്ത് ചെയ്തു തീർത്ത ഷോർട്ട് ഫിലിമുകളാണ് പിന്നീട് സിനിമയിലേക്കുള്ള വഴി തുറന്നത്. വാട്സ്ആപ്പ് കാതൽ, കോളേജ് ഡയറീസ്, TV കഥ തുടങ്ങി പഠനകാലത്ത് ചെയ്ത ഷോർട്ട് ഫിലിമുകളിൽ പലതും ശ്രദ്ധിക്കപ്പെട്ടു. ചിലത് പുരസ്കാരങ്ങൾ നേടി. ഷോർട്ട് ഫിലിം നിർമ്മാണത്തിനുള്ള പണത്തിനായി യൂട്യൂബറായി. പഠനവും യൂട്യൂബും ഷോർട്ട് ഫിലിമുകളുമായി ബിടെക് കാലം കടന്നുപോയി. കോളേജ് വിട്ട് പുറത്തിറങ്ങുമ്പോൾ സഹസംവിധായകൻ എന്ന ലക്ഷ്യമായിരുന്നു മനസ്സിൽ. സ്വന്തം ഷോർട്ട് ഫിലിമുകളുടെ സീഡികളുമായി സംവിധായകരെ തേടി മാസങ്ങളുടെ അലച്ചിൽ. പക്ഷേ ഒരു വാതിലും തുറന്നില്ല. നിരാശനാകാതെ വീണ്ടും ഷോർട്ട് ഫിലിമുകളുടെ ലോകത്തേക്ക്. അങ്ങനെ ചെയ്തൊരു ഷോർട്ട് ഫിലിം പക്ഷേ പ്രദീപിന്റെ തലവര മാറ്റിയെഴുതി. ആപ്പേ ലോക് എന്ന ഷോർട്ട് ഫിലിം വലിയ തോതിൽ വൈറലായതോടെ ഇഷാരി ഗണേഷ് എന്ന പ്രശസ്ത നിർമ്മാതാവ് പ്രദീപിനെ തേടിയെത്തി. അങ്ങനെ കോമാളി എന്ന ചിത്രത്തിന് തുടക്കമിടുമ്പോൾ 25 വയസ്സ് മാത്രമായിരുന്നു പ്രദീപിന് പ്രായം. രവി മോഹൻ, കാജൽ അഗർവാൾ, യോഗി ബാബു തുടങ്ങിയവർ അഭിനയിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടി. നർമ്മവും സെന്റിമെന്റ്സും ടൈം ട്രാവലും എല്ലാം ചേരുന്ന കഥ പ്രേക്ഷകനെ അവസാനം വരെ പിടിച്ചിരുത്തി. ചിത്രത്തിൽ ചെറിയൊരു വേഷത്തിലെത്തിയ പ്രദീപിന്റെ കഥാപാത്രവും കയ്യടി നേടി. ഏറെ പ്രശംസിക്കപ്പെട്ട ആപ്പേ ലോക് എന്ന തന്റെ തന്നെ ഷോർട്ട് ഫിലിമിനെ അടിസ്ഥാനമാക്കിയായിരുന്നു പ്രദീപ് തന്റെ അടുത്ത തിരക്കഥയൊരുക്കിയത്. നായക വേഷത്തിൽ മനസ്സിൽ കണ്ടത് തന്നെ. കഥ കേട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലും നായക വേഷത്തിലെത്തുന്നത് പ്രദീപ് തന്നെ എന്ന് വ്യക്തമാക്കിയതോടെ നായികമാർ പലരും വഴിമാറി. പക്ഷേ പ്രദീപ് തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. ഒടുവിൽ മലയാളിയായ ഇവാന നായികയായെത്തിയ ചിത്രം തമിഴിൽ 100 കോടിയിലേറെ കളക്ട് ചെയ്തു. താൻ ചെയ്യുന്ന സിനിമകളിലേത് സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യാവുന്ന കഥയും കഥാപാത്രങ്ങളുമായിരിക്കണമെന്ന് പ്രദീപിന് നിർബന്ധമുണ്ട്. അതേസമയം പുതുമ നിലനിർത്തുകയും വേണം. അതിനായുള്ള അധ്വാനമുണ്ട് പ്രദീപ് സ്വയം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത 2 ചിത്രങ്ങളിലും. ലുക്കിലും മാനറിസങ്ങളിലുമുള്ള സാമ്യത്തെ തുടർന്ന് ധനുഷിനോടാണ് ആരാധകർ പ്രദീപിനെ താരതമ്യപ്പെടുത്തുന്നത്. അയൽപ്പക്കത്തെ പയ്യന്റെ ലുക്കും പല പ്രായങ്ങളിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ കഴിയുന്ന ശരീരപ്രകൃതിയുമെല്ലാം പ്രദീപിന്റെ കരുത്താണ്. ബോക്സ് ഓഫീസിൽ ധനുഷ് സംവിധാനം ചെയ്ത നിലാവുക്ക് എന്റെ മേൽ എന്നടി കോപം തകർന്നടിഞ്ഞപ്പോഴാണ് ഡ്രാഗൺ വൻ വിജയം കൊയ്തത്. ലോജിക് എടുത്തുവെച്ച് തൂക്കി നോക്കിയാൽ കല്ലുകടിയുണ്ടാകും. അല്ലാതെ ഇരുന്ന് കാണാമെങ്കിൽ അസൽ എന്റർടൈനറാണ്. ആദ്യ 2 മിനിറ്റിൽ തന്നെ പ്രേക്ഷകനെ സിനിമയിലേക്ക് വലിച്ചിടാൻ സംവിധായകനായി. പ്രണയവും വിരഹവും മാസും ആട്ടവും പാട്ടും സെന്റിമെന്റ്സുമെല്ലാം അടിക്കടിയുണ്ട്. സമൂഹത്തിന്റെ താഴേക്കിടയിൽ നിന്ന് കഷ്ടപ്പെട്ടു പഠിച്ചുവന്ന 17കാരന്റെ സ്കൂളിലെ അവസാന ദിവസത്തിൽ നിന്നാണ് തുടക്കം. എഞ്ചിനീയറിംഗ് കോളേജിൽ അവൻ ഡ്രാഗൺ എന്ന പേരിൽ അറിയപ്പെട്ടു. കള്ളുകുടിയും തല്ലുപിടിയുമായി നടന്നു. ക്യാമ്പസ് വിട്ട് വീട്ടുകാരെ പറ്റിച്ചു നടന്നതാണ് അടുത്ത കാലം. നിവർത്തിയില്ലാതെ കാമുകി സ്വന്തം കാര്യം നോക്കിപ്പോയത് വഴിത്തിരിവായി. കെട്ട വഴിയിലൂടെയാണെങ്കിലും ജോലിക്ക് കയറി പണം സമ്പാദിച്ചു. നാട്ടിലെ കാശുകാരന്റെ മകളുമായി കല്യാണം ഉറപ്പിച്ചു. പിന്നീട് അങ്ങോട്ട് ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. പടം കഴിഞ്ഞെന്നു തോന്നുന്ന ഇടത്തുനിന്ന് വീണ്ടും തുടങ്ങും. കാഴ്ചക്കാരെ രസിപ്പിച്ച് മുന്നേറും. തിരക്കഥയുടെ കെട്ടുറപ്പ് അത്രയേറെയുണ്ട്. അനുപമ പരമേശ്വരൻ, കായഡു ലോഹർ, മിഷ്കിൻ, ഗൗതം വാസുദേവ മേനോൻ, KS രവികുമാർ തുടങ്ങി താരനിരയുണ്ട് സിനിമയിൽ. പ്രദീപിന്റെ സഹപാഠിയായ അശ്വത് മാരിമുത്താണ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത്. ആദ്യ ദിനം സിനിമ 6.5 കോടി രൂപ സമ്പാദിച്ചു. 2ാം ദിവസം പിന്നിട്ടപ്പോൾ അത് 10 കോടി കടന്നു. ഇതുവരെയുള്ള കളക്ഷൻ 150 കോടിയാണ്.
ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്നു. സിനിമയുടെ മർമ്മമറിഞ്ഞ പ്രദീപിൽ നിന്ന് പ്രേക്ഷകന് ഇനിയുമേറെ പ്രതീക്ഷിക്കാം.